എന്താ നബിയെ ഇങ്ങനെ കഷ്ടപ്പെടാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്ന്? അത്രമേൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. രാത്രി ഉറക്കൊഴിഞ്ഞിട്ട് എവിടെയാണ് തങ്ങൾ പോകുന്നതെന്ന് ആയിഷുമ്മ നോക്കിയപ്പോ അവിടുന്ന് നിസ്കരിക്കാനാ പോകുന്നത്. നിസ്കാരത്തിൽ, നൃത്തത്തിൽ, റുകൂഇൽ, സുജൂദിൽ, അത്തഹിയാത്തിന്റെ ഇരുത്തത്തിൽ അവിടെ ഒക്കെ ദ്വാരക്കുന്നത് അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മത്തി, അതിന്റെ ഉമ്മത്തിന് പുറത്തു കൊടുക്കണേ എന്നാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ ആയിഷുമ്മ ചോദിച്ചു, അല്ല നബി, ഉമ്മത്തിനെ കിട്ടുമ്പോ ദിക്റും ഖുർആനൊക്കെ മറന്നോ? ഇതെന്താ അതെന്നെ ചെയ്യുന്നത്, എന്താണ് ഇതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ ദുനിയാവിൽ ഞാൻ ജീവിക്കുന്നത് ഉമ്മത്തിന് വേണ്ടിയാണ്. എന്റെ ഖബറിലും ഉമ്മത്തിനെയാണ്, ഞാൻ പരലോകത്തെത്തിയാലും ഉമ്മത്തു തന്നെ. സർവ അമ്പിയാക്കൾക്കും വലിയ സിംഹാസനം അല്ലാഹു സംവിധാനിക്കും. സർവ അമ്പിയാക്കൾക്കും വലിയ സിംഹാസനം അല്ലാഹു സംവിധാനിക്കും. എല്ലാ അമ്പിയാക്കളും കഷ്ടപ്പെട്ടതിന്റെ, ത്യാഗങ്ങൾ സഹിച്ചതിന്റെ പ്രതിഫലം എന്നോണം മഹ്ശറിൽ സംവിധാനിച്ച ആ സിംഹാസനത്തിൽ കയറിയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എന്റെ മിമ്പർ മാത്രം ഇവിടെ ബാക്കിയാവും. കാരണം ഞാൻ അവിടെ ഇരുന്നാൽ എന്നെ നോക്കി വരുന്ന ഉമ്മത്തിനെ ആരാ നോക്കുക? അവരെന്നെ പ്രതീക്ഷിച്ചിട്ടല്ലേ വരുന്നത്, അവരെന്നെ പ്രതീക്ഷിച്ച് ആഗ്രഹിച്ചിട്ടല്ലേ വരുന്നത്. അവരാരാ നോക്കുക?